ഹലോ. അപ്പം നമ്മുടെ പള്ളിപ്പെരുന്നാളാണ്. അപ്പം അടിപൊളിയായിട്ട് നമ്മൾ ഈ വർഷം പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മുടെ വീട്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ പ്രദക്ഷിണം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു കുരിശടി പണിയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പ്രദക്ഷിണം വരുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ട്, അപ്പോൾ ആദ്യമായിട്ടാണ് ലൈറ്റ് ഇടുന്നത്. അപ്പം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് പ്രദക്ഷിണത്തിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് പ്രദക്ഷിണത്തിന് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വരൂ നോക്കി നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. പെരുന്നാളിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിൽ വന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങൾ അടിച്ചു പൊളിച്ചായിരുന്നു. പക്ഷേ പെരുന്നാൾ അന്ന് അത്ര വലിയതായിട്ട് പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്നില്ലായിരുന്നു. കൊറോണയുടെ ഒക്കെ ഒരു ടൈമൊക്കെ അല്ലായിരുന്നു. പക്ഷേ ഈ വർഷം നല്ല അടിപൊളിയായിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് കൂടിയില്ല. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ പെരുന്നാളിന് ലൈറ്റും മ്യൂസിക്കും കൂടെ ലൈറ്റ് ഷോ കൊടുത്താൽ എനിക്ക് സംഭവമായിരുന്നു. എന്താ അതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട്. പെരുന്നാളിന് പോയാലും ഇപ്പോൾ കടകളിൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യം. എവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പെരുന്നാളിന് പോവുകയാണെങ്കിൽ നമ്മൾ മുളക് ബജി, കോളിഫ്ലവർ ബജി ഇതൊക്കെ കഴിക്കുന്നതാണ് പരിപാടി. അപ്പം ഇവിടെയും അത് തന്നെ. ഇവിടെ ഞാൻ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അവരുടെ കൂടെ കഴിക്കുക. ഇവിടുത്തെ പെരുന്നാൾ അതും കൂടുതൽ കിഡ്സ് സെക്ഷനാണ് ഈ ഗാനമേള എൻജോയ് ചെയ്തതെന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗാനമേളയ്ക്ക് കുഞ്ഞി പിള്ളേർ വരെ ഭയങ്കര അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ കാണുന്നത്. അപ്പം അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പെരുന്നാളിന് പോയിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. കഴിക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങി, ഉഴുന്നാട വാങ്ങി, പിന്നെ ഇങ്ങനെ പാനിപ്പൂരി ഉണ്ടായിരുന്നു കേട്ടോ. പാനിപ്പൂരി വാങ്ങാൻ വേണ്ടി പോയി. പക്ഷെ മമ്മി സമ്മതിച്ചില്ല. എന്നാലും നമ്മൾ വാങ്ങിക്കുന്നു. ഇതാണ് കേട്ടോ ഗാനമേള അടിപൊളിയായിരുന്നു. പക്ഷെ ഞാനിവിടെ ഒതുങ്ങിയിരുന്നു. പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പറായിരുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.